പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഇന്ന് 14ാമത്തെ മാസം തികയാണ്. അതായത് നമ്മുടെ മണ്ണിൽ കയറി ശത്രുക്കൾ ആക്രമണം നടത്തിയിട്ട് ഇന്ന് 14 മാസം. അതായത് 2025 ഏപ്രിൽ 25-നാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 25 വിനോദസഞ്ചാരികളെയും ഒരു പ്രദേശവാസിയെയും അടക്കം 26 പേരെയാണ് അവർ വധിച്ചത്. അത് ഒരു ഏപ്രിൽ 25-നായിരുന്നു. ഇന്ന് ജൂൺ 25-ആണ്. കൃത്യം 14 മാസം. ഈ 14 മാസം ആകുന്ന ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊരു പെട്ടെന്നുള്ള ഭീകരാക്രമണമായിരുന്നില്ല. ഏതാണ്ട് അരവർഷത്തിലേറെ നടന്ന തയ്യാറെടുപ്പുകൾ, അതിനോടൊപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള വ്യക്തമായ ആസൂത്രണം, ഇതെല്ലാം നടത്തിയതിന് ശേഷമാണ് ഇന്ത്യൻ മണ്ണിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പോൾ അത് പെട്ടെന്നുള്ള ഒരു പ്രകോപനമോ ഇല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം സാധാരണഗതിയിൽ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തെ നടത്തുന്നത് പോലെ നടത്തിയതല്ല. ഇത് ദീർഘമായ ആസൂത്രണം ചെയ്ത് ഈ പ്രദേശം തന്നെ തിരഞ്ഞെടുത്തതിന് പോലും അതിനിഗൂഢമായ കാരണങ്ങളുണ്ട്. എങ്ങനെ ആക്രമണം നടത്തിയത് എന്നുള്ളതിൻ്റെ ചുരുളുകളാണ് ഇപ്പോൾ അഴിഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. അതായത് NIA ഒരു ചാർജ് ഷീറ്റ് ഈ പറയുന്ന ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിലാണ് നിർണായകമായ ചില കണ്ടെത്തലുകളുള്ളത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ശൃംഖലകളുടെ പങ്കാളിത്തവും അവർ ഉപയോഗിച്ച ആയുധങ്ങളും അതിൻ്റെ രീതിയും അത് എത്തിച്ച കാരണവും ഈ പ്രദേശം എന്തിനെ തിരഞ്ഞെടുത്തു എന്നതുമെല്ലാം തന്നെ ഈ പറയുന്ന ചാർജ് ഷീറ്റിനകത്ത് വളരെ വിശദമായി പറയുന്നു. അതായത് ഇതിനകത്തുള്ള ആസൂത്രണം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ കൃത്യമായ പദ്ധതി അവർ ഇട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ബൈസറൻ വാലിയാണ് ഇവർ ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അവിടേക്കാണ് ഭീകരർ എത്തിയത് എന്നുള്ളതാണ്. ഈ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്നുള്ള തീവ്രവാദികളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എന്നാണ്. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നായിരുന്നു ഭീകര സംഘടനയുടെ പേര്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരാനായിട്ട് ദുർഘടമായ യാത്രയാണ്, വഴികളൊന്നുമില്ല, നേരെ ചൊവ്വേ അതിർത്തി പ്രദേശമാണ്. അങ്ങനെ കടന്നു വരണമെങ്കിൽ ഈ പറയുന്ന പർവ്വതാരോഹകർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന, ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ട്. അത് GPS ആപ്പുകളാണ്. ഈ GPS ആപ്പുകൾ ട്രക്കിംഗ് ആപ്പുകൾ എന്ന് പറയും. അപ്പോൾ ഇത്തരം ഹൈക്കിംഗ് ട്രക്കിംഗ് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂപടം കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് ഇവിടേക്ക് ഭീകരർ എത്തിയത് എന്നുള്ളതാണ്. ഇതിൻ്റെ സൂത്രധാരനായ കൊടും ഭീകരൻ ആര് എന്നറിയാമോ? അലി സാജിദ് എന്ന് പറയുന്ന സാജിദ് ജാട്ട് എന്ന പേരുള്ള ഒരു നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിലുള്ള ഒരു ഭീകരനാണ്. അപ്പോൾ ഇയാളാണ് ഈ RTF എന്ന് പറയുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയോടൊപ്പം ചേർന്ന് ഈ അലിഭായ് എന്ന കുപ്രസിദ്ധ നാമത്തിൽ അറിയപ്പെടുന്ന ഈ അലി സാജിദ് എന്ന് പറയുന്ന കൊടും ഭീകരൻ, ഇയാൾ പാക് പൗരനാണ്. ഇയാളാണ് ഇവരെ എല്ലാവരെയും ഇവിടേക്ക് കടത്തിവിടുന്നതും അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതും. റിമോട്ട് കൺട്രോളിൽ ഇരുന്നുകൊണ്ട് അയാളുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾ ഒരു റിമോട്ട് കൺട്രോളായി പ്രവർത്തിച്ചു. ഈ ഭീകരരെ ഇന്ത്യയിലേക്ക് വഴി നടത്തി അവർക്ക് വേണ്ട ശൃംഖലകൾ ഒരുക്കി കൊടുത്തു. ഡ്രോണുകളാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. ഡ്രോണുകളിലാണ് ഏതാണ്ട് 20ഓളം തോക്കുകൾ, വിവിധ ആയുധങ്ങൾ, ബോംബുകൾ തുടങ്ങിയവ എത്തിച്ചു. അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ഡ്രോണുകളിൽ എത്തിച്ചു. എന്നിട്ട് ഈ ഡ്രോണുകളിൽ കൊണ്ടുവന്ന് ഇത് ചില സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു. അവിടെ നിന്ന് ഈ ഭീകരർ ഇത് കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പാകിസ്ഥാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയാൻ കാരണം, ഈ പറയുന്ന ഭീകരർ ഉപയോഗിച്ചിരുന്ന ഫോണുകളെല്ലാം തന്നെ പാകിസ്ഥാനിൽ വിറ്റതാണ്. ഇവരെ പിടികൂടുന്നത് ഓപ്പറേഷൻ മഹാദേവയിലൂടെയാണ്. ആ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ എല്ലാവരെയും മറ്റൊരു ആക്രമണം നടത്തി പിടികൂടുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണുകളിൽ നിന്ന് കൃത്യമായിട്ട് ഈ ഹാൻഡ്ലറായിട്ടുള്ള അലി സാജിദ് എന്ന് പറയുന്ന ആളുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, വിവിധ തെളിവുകളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2024 സെപ്റ്റംബർ, അതായത് 2025 ഏപ്രിൽ ഈ ആക്രമണം നടത്തുമ്പോൾ 2024 സെപ്റ്റംബറിൽ ഇവർ കൃത്യമായിട്ടുള്ള പദ്ധതി ഇതിനു വേണ്ടി നടത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു സാക്ഷിയുടെ മൊഴി ഇതിനകത്തുള്ളത് എന്നാണ്. ആ മേഖലയിൽ അവർ തമ്പടിക്കുകയും കൃത്യമായി ആസൂത്രണം നടത്തുകയും എന്തൊക്കെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ നടത്തണമെന്നുള്ളതിനെ പറ്റി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് പ്രാദേശിക സഹായം ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആക്രമണത്തിന് തൊട്ടു മുമ്പ്, അതായത് ഈ ഭീകരന്മാരെ ഓപ്പറേഷൻ മഹാദേവിയിലൂടെ പിടികൂടിയത് വളരെ നിർണായക നീക്കമായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള പദ്ധതി സൈന്യം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പിടികൂടിയത് കൊണ്ടും ഇവരുടെ ഫോൺ ലഭിച്ചത് കൊണ്ടുമാണ് ഈ കൃത്യമായ ക്രൂഷ്യൽ എവിഡൻസുകൾ നമുക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഈ പഹൽഗാം ആക്രമണം ഏപ്രിൽ 22 നടന്നല്ലോ. അതിന് തൊട്ട് മുമ്പ്, അതായത് ഏപ്രിൽ 21-ാം തീയതി ഈ പറയുന്ന ഭീകരർക്ക് ഭക്ഷണവും ഒളിത്താവളവും ഒരുക്കി നൽകിയ 2 പേരുണ്ടായിരുന്നു. അവരുടെ പേര് പർവേസ് അഹമ്മദ് എന്നും ബഷീർ അഹമ്മദ് എന്നുമാണ്. ഇവർ പ്രദേശവാസികളാണ്, കശ്മീരികളാണ്. ഇവർ NIA പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരെ ഈ കൃത്യമായിട്ടുള്ള വിവരം ഓരോരോ കക്ഷികളിൽ കൂടെ ഈ പറയുന്ന ഹാൻഡ്ലറിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിൽ പ്രധാനമായിട്ട് കൊല്ലപ്പെട്ടത് 3 ഭീകരരാണ്. ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നീ 3 ഭീകരരെയായിരുന്നു 2025 ജൂലൈ 28-ന് ശ്രീനഗറിനടുത്തുള്ള ദാച്ചിഗാം എന്ന പ്രദേശത്ത്, വനമേഖലയാണ്, കടുത്ത നിബിഡ വനമാണ്, അവിടേക്ക് ഓപ്പറേഷനൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനികർക്ക് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഓപ്പറേഷൻ നടത്തി ഈ 3 പേരെയും കൊന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബൈസൺ വാലി ലക്ഷ്യമിടാൻ എന്തായിരുന്നു കാരണം എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ ചാർജ് ഷീറ്റിൽ എന്നുള്ളതാണ്. അതായത് ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ബൈസൺ വാലി. അതായത് ട്രക്കിംഗ് ആപ്പുകളുടെ സഹായത്തോടു കൂടി അവിടെ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രക്കിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് നേരെ വഴിയില്ലാത്ത ദുർഘടമായ പാതകളിലൂടെയൊക്കെ വരേണ്ടി വരും. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ്. പെട്ടെന്ന് സുരക്ഷാ സേനയ്ക്ക് ഇവിടേക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് CCTV ഉള്ള കുറഞ്ഞ ഒരു മേഖലയാണ്. ഏറ്റവും കുറവ് CCTV ഉള്ള മേഖല കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരീക്ഷണം കുറവായിരിക്കും എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ് ഭീകരർ ഈ പ്രദേശം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. 1000-ലധികം സാക്ഷികളെയാണ് NIA ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. ഈ തയ്യാറാക്കിയ കുറ്റപത്രത്തിനകത്ത് കശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ പാകിസ്ഥാൻ ഭീകരർ ഡിജിറ്റൽ സാങ്കേതികവിദ്യ അടക്കം ഡ്രോണുകളും എത്രത്തോളം ആസൂത്രിതമായി ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് NIA കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമണത്തോടുകൂടി കശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖലയെ മാത്രമല്ല, ഇന്ത്യയുടെ അകത്തുള്ള മതസൗഹാർദ്ദ ഇല്ലെങ്കിൽ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷത്തെ കൂടി തകർക്കുക എന്നുള്ള ലക്ഷ്യം ഈ ഭീകരർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെന്തെല്ലാം ഉപയോഗപ്പെടുത്തി ഒന്ന് നോക്കൂ. നമ്മുടെ ട്രക്കിംഗ് ആപ്പുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഇല്ലെങ്കിൽ സാഹസിക യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രക്കിംഗ് ആപ്പുകൾ ഉപയോഗിച്ചു. അതുമാത്രവുമല്ല, അതിൻ്റെ തൊട്ടു പിന്നാലെ എന്ത് ചെയ്തു, ഇവർ ആ മേഖല ഏത് എന്ന് തിരഞ്ഞെടുത്തു, അവിടുത്തെ ആക്രമണം നടത്താനുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്തു, ഡ്രോണിൽ ആയുധങ്ങൾ എത്തിച്ചു, അതിന് വേണ്ട സാമഗ്രികൾ എത്തിച്ചു, കൃത്യമായി പ്രദേശവാസികളെ കൂടി അവരുടെ ആൾക്കാരായി വിശ്വാസത്തിലേക്ക് മാറ്റി കൊണ്ടുവന്ന് ഭീകരാക്രമണം നടത്തി അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം എത്തിച്ചു. എന്നിട്ടാണ് ഇവർ മതം ചോദിച്ച് വിവസ്ത്രരാക്കി മനുഷ്യരുടെ മതം മനസ്സിലാക്കിയതിന് ശേഷം വെടിവെച്ച് കൊല്ലുന്നത് എന്നുള്ളതാണ്. നിന്ദ്യവും നീചവുമായിട്ടുള്ള ഭീകരരുടെ ഏറ്റവും ഭയത്തോടുകൂടിയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു പഹൽഗാം ആക്രമണം. അതായത് കലിമ ചൊല്ലിച്ചവരുണ്ടല്ലോ, അവിടെ കലിമ ചൊല്ലാൻ പറയുമ്പോൾ കാളിമായെ വിളിച്ച് നൊന്ത് കരഞ്ഞ് വീണ മനുഷ്യരില്ലേ, ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് മഹാദേവനാണ് ചോദിക്കാൻ വന്നത്. ആ ഓപ്പറേഷൻ മഹാദേവിലൂടെ അവരെ വധിച്ചു. എങ്കിലും NIA പറയുന്ന ഈ ചാർജ് ഷീറ്റിൽ നിന്ന് വെളിവാക്കപ്പെടുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്കാണ്. അതായത് നമ്മുടെ ട്രക്കിംഗ് ആപ്പുകൾ പോലും ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ സാങ്കേതിക കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഓരോ ഘട്ടത്തിലും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇവിടെ ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് ഇല്ലെങ്കിൽ ചാർജ് ഷീറ്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിഗുരുതരമായിരുന്നു. നമ്മൾ പകരം വീട്ടിയെങ്കിൽ കൂടിയും രാജ്യത്തിലേറ്റ വലിയൊരു മുറിവായിരുന്നു അത്. ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല അത്.